الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവലോക രക്ഷിതാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ സന്ദർഭങ്ങളിലെല്ലാം പാലിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എപ്പോഴും അത് സുഖങ്ങളിലും സന്തോഷങ്ങളിലുമായി മുന്നോട്ട് പോകുമെന്നല്ല. സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉള്ള പോലെ തന്നെ ദുഃഖവും സങ്കടവും പരീക്ഷണങ്ങളായി നിങ്ങളിലേക്ക് വന്നെത്തുമെന്നാണ് ഇസ്ലാം വിശ്വാസികളോട് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അശദ്ദു ബലാഅ, ആർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക മനുഷ്യരിൽ വെച്ച് നബിയെ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ അംബിയ, അംബിയാക്കൾക്കാണ്. പിന്നെ സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അതിനെ തുടർന്ന് അവരെ പോലെയുള്ളവർക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫയുബ്തലു റജുലു അലാ ഹസ്ബി ദീനിഹി, ഓരോ മനുഷ്യനും അവന്റെ ദീനിനനുസരിച്ച് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി വച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മോട് സംസാരിക്കുന്നത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ ونقص من الأموال والأنفس والثمرات وبشر الصابرين ولنبلونكم നിങ്ങളെ അവൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും.
വലനബ്ലുവന്നകും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ നേടിയെടുത്തു എന്ന് കരുതുന്ന, ഇതെന്റേതാണ് എന്ന് കരുതുന്ന, ഇതെനിക്ക് കിട്ടിയതാണ് എന്ന് കരുതുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം നിങ്ങളെ പരീക്ഷിക്കും. മിനൽ ഖൗഫ് ഭയം കൊണ്ട്, പേടി കൊണ്ട് പടച്ച തമ്പുരാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ്. വൽ ജൂ' വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന, യുദ്ധവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകളിൽ, അങ്ങ് ദൂരെ പലസ്തീനിലും ഗസയിലും നിന്നുമൊക്കെ കേൾക്കുന്ന വാർത്തകൾ ഭയം കൊണ്ട് അവിടെ പരീക്ഷിക്കപ്പെടുന്നത് കാണുകയാണ്. പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ നിങ്ങളുടെ കായ്കനികൾ, കൃഷി, മറ്റ് സമ്പാദ്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരീക്ഷണമായി തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങളെ പരീക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത് വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാശീലർക്ക്, ക്ഷമിക്കാൻ കഴിയുന്നവർക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ എന്നാണ്. സഹോദരങ്ങളെ, ഇന്നലകളിലേക്ക് പരിശോധിക്കുമ്പോൾ, ഇന്നിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് പലപ്പോഴും പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മക്കളുണ്ടാവുക എന്നത് പരീക്ഷണമാണ്, മക്കളില്ലാതിരിക്കുക പരീക്ഷണമാണ്, സമ്പത്തുണ്ടാകുന്നതും സമ്പത്തില്ലാതാകുന്നതും പരീക്ഷണമാണ്, ആരോഗ്യമുള്ളതും രോഗാവസ്ഥയും പരീക്ഷണമാണ്. ജീവിതത്തിൽ എന്താണ് പരീക്ഷണമല്ലാതെ നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അതൊക്കെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയുകയും അതിൽ ക്ഷമിക്കുകയും തന്റെ ഈമാൻ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കുകയും ചെയ്ത് തവക്കുലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തി, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾക്കൊരു മുസീബത്ത് പിടിപെട്ടാൽ, ഒരു അപകടമുണ്ടായാൽ, ഏതെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഖാലു, അവർ പറയും, വിശ്വാസികൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ നിന്റേതാണ് റബ്ബേ എന്നാണ്. അല്ലാഹുവേ, നീ തന്നതല്ലാത്തതൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ജീവനാകട്ടെ, ഞങ്ങളുടെ മക്കളാകട്ടെ, ഞങ്ങളുടെ സമ്പത്താകട്ടെ, ഞങ്ങളുടെ സന്തോഷങ്ങളാകട്ടെ, എന്താവട്ടെ, എല്ലാം നീ തന്നതാണ്, എല്ലാം നിന്നിലേക്ക് മടങ്ങാനുമുള്ളതാണ് എന്ന് വിശ്വാസികൾ പറയുമെന്നാണ്. നമുക്കത് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ആരിലേക്കെങ്കിലും ഒക്കെ ചേർത്തി വെച്ച്, അല്ലെങ്കിൽ ഇത് അവരുടേതാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ടാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകന്മാർ മുഴുവൻ ആ കാര്യത്തിൽ നമുക്ക് മാതൃകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്കാണ് വലിച്ചെറിയുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കിയില്ലേ? റബ്ബ് എന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു വിശ്വാസം നിലനിർത്താൻ നമുക്ക് കഴിയുമോ എന്നാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ തീയെ നീ തണുപ്പാകണമെന്നാണ്. ചൂടെന്ന സ്വഭാവത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയോട് പടച്ച തമ്പുരാൻ നിർദ്ദേശം കൊടുക്കാണ്, നീ ചൂട് സ്വഭാവമാണ് നിനക്കുള്ളത്, പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ നീ തണുപ്പാകണം, സമാധാനമാകണം എന്നുള്ളത് ചരിത്രം നമുക്ക് പാഠമാകണം. ഏതു പരീക്ഷണങ്ങളിലും അള്ളാഹുവിൽ ഫലമേൽപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്നാണ് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാരകമായ രോഗം ഉണ്ടായി. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുരിതമുണ്ടായി, രോഗമുണ്ടായി, എല്ലാവരും വിട്ടേച്ചു പോയി, ഭാര്യയല്ലാത്തവരെല്ലാം വിട്ടേച്ചു പോയി. വല്ലാത്ത പ്രയാസത്തിലാണ് അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എനിക്ക് ദുരിതം വന്നിരിക്കുന്നു, അൻത അർഹമുർ റഹീമീൻ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ കാണിക്കുന്നവൻ നീയല്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് പറയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫസ്തജബ്നാ ലഹു
ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തു എന്നാണ്. എന്തൊക്കെയാണോ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുത്തു എന്ന് നമുക്ക് ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാത്തതിന്റെ പേരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ക്ഷമിച്ചു, റബ്ബിൽ തവക്കുലാക്കി പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണത്തിന് സന്തോഷമെന്നോണം മക്കളെ നൽകിയെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പ്രവാചകന്മാരുടെ ജീവിതം അതാണ്. ആ സമയത്ത് നിരാശരാകാൻ പാടില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ ഇബാദിയല്ലദീന അസ്റഫു, അതിന് കവിഞ്ഞു പോകുന്ന അടിമകളോട് പറയണം, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരായി പോകരുത് എന്ന്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട തന്റെ യൂസുഫ് എന്ന മകനെ നഷ്ടപ്പെട്ട് വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുമ്പോൾ പറയുന്ന ഒരു വാക്കില്ലേ, വലാ തയഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യഅസു മിർ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശ ബാധിക്കരുത്, അത് സത്യനിഷേധികളാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായി പോവാണ്. അതുകൊണ്ട് നിരാശകളില്ലാതെ അള്ളാഹു നൽകിയതെന്തും സ്വീകരിക്കാൻ കഴിയുന്നവരായി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അജബൽ ലിഅംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എന്തുമാത്രം അത്ഭുതമാണ്. അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. അത് വിശ്വാസിക്കേ കഴിയുള്ളൂ എന്നാണ്. അവനൊരു സന്തോഷമുണ്ടായാൽ ഇൻ അസ്വാബതുഹു സർറാ ശകറ, അവനൊരു സന്തോഷം ഉണ്ടായാൽ അള്ളാഹുവിനോട് അവൻ ശുക്ർ പറയും, അൽഹംദുലില്ലാഹ് ചൊല്ലും. ഫകാന ഖൈറല്ല, അത് അവന് ഖൈറാണ്. എന്നാൽ അവനൊരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രയാസമാണ് ഉണ്ടായത്, അങ്ങനെയാണെങ്കിൽ സ്വബറ, അവൻ ക്ഷമിക്കും, അതും അവന് ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അതൊക്കെ അവന് പുണ്യമാണ് എന്നാണ്. അവന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലുന്ന, അത് അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി അവൻ അവസരം നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ നിലക്ക് പരീക്ഷണങ്ങളെ കണ്ട് മുന്നോട്ട് പോയാൽ അതിനേക്കാൾ നല്ലത് പടച്ചോൻ തരുന്ന മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ അവർ പറയുന്നുണ്ട്, ഇതിൽ ഹൈറായത്, ഇതിനേക്കാൾ ഹൈറായത് നൽകണേ എന്നുള്ള പ്രാർത്ഥന. ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, എന്റെ മുസീബത്തിൽ എനിക്ക് നീ പുണ്യം നൽകണം റബ്ബേ, ഇതിനേക്കാൾ നല്ലത്, എനിക്ക് ഉത്തമമായത് പകരം നൽകണേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ചൊല്ലുന്ന വിഷയം വന്നപ്പോ അബൂ സലമയേക്കാൾ ഉത്തമമായത് എനിക്ക് എന്ത് കിട്ടാനാണ് എന്നാണ് അവർ ആലോചിച്ചതെന്നാണ്. എന്നാൽ പിന്നീട് അവർ വിവാഹം കഴിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉത്തമമായത് തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പഠിച്ച ദുനിയാവിൽ തരും, അല്ലെങ്കിൽ നാളെ പരലോകത്ത് നമുക്കത് നൽകും. അത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെയാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടില്ലേ? ആ ഇബ്രാഹിമിന്റെ മരണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖം രേഖപ്പെടുത്തിയില്ലേ? അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞില്ലേ? ക്ഷമിച്ചില്ലേ? ആ സമയത്ത് സമൂഹത്തിലുണ്ടായ ഒരു തെറ്റുദ്ധാരണ തീർക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ കയറി ആളുകളെ ബോധ്യപ്പെടുത്തിയില്ലേ? ഒരാളുടെ മരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സൂര്യനും ചന്ദ്രനൊന്നും ഗ്രഹണം ബാധിക്കുന്നില്ല, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. മരണപ്പെട്ടു പോയ മകന്റെ പേരിൽ അവിടുന്ന് ദുഃഖിച്ചു, സങ്കടപ്പെട്ടു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പ്രവാചകന്മാരഖിലവും അങ്ങനെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള മാതൃകകൾ ഉണ്ടാകണം. ഈമാൻ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മുടെ ഈമാനിനെ റബ്ബ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെ ജീവിതത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഏതേതു ഘട്ടത്തിലും അള്ളാഹുവിലേക്ക് എല്ലാം ഏൽപ്പിച്ച് അള്ളാഹുവിൽ നിന്നുള്ളതെല്ലാം സ്വീകരിച്ച് അവനിൽ സംതൃപ്തി പ്രഖ്യാപിച്ചുകൊണ്ട് നിരാശരാകാതെ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായി നമ്മളെല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാണ്. അൽഹംദുലില്ലാഹ്.
വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ ക്ഷമിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുമൊക്കെ നാം പരിശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത്. സൂറത്തുൽ ബഖറയിലെ നേരത്തെ ഓതിവെച്ചതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നാ ലില്ലാഹി ചൊല്ലുന്ന, ദുരിതമുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യവും സന്മാർഗവും അവർക്കുണ്ടായിരിക്കുന്നതാണ്. അവർ പരീക്ഷണം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹുവിൽ തവക്കുലാക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. റബ്ബിൽ നിന്നുള്ള കാരുണ്യങ്ങൾ നമ്മെ അവൻ പൊതിയും. അതുപോലെ തന്നെ സന്മാർഗം പ്രാപിച്ചവരായിരിക്കും അവർ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാനുണ്ടായ ഒരു സാഹചര്യം, ജ്യേഷ്ഠൻ്റെ മകൻ വളരെ ക്രിട്ടിക്കലായ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീട്ടുകാരോട് എന്തെല്ലാമാണ് അവസ്ഥകളെന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരു ഗൂഗിൾ മീറ്റിൽ ജ്യേഷ്ഠൻ സംസാരിച്ച സമയത്ത് ആമുഖമായി ഓതി വെച്ചത് ഈ വചനങ്ങളാണ്. സംസാരം അവസാനിക്കുമ്പോൾ ഈ വചനങ്ങൾ ഓരോരുത്തരും എടുത്തു വായിക്കണം. അതിൻ്റെ വിശദീകരണം എല്ലാവരും ഒന്ന് വായിക്കണമെന്ന് ജ്യേഷ്ഠനെ ഓർമ്മപ്പെടുത്തേണ്ടേ. 20 ദിവസം പ്രാർത്ഥനകളോടുകൂടെ കഴിഞ്ഞുകൂടുകയാണ് എല്ലാവരും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബ്രെയിൻ പൂർണ്ണമായും അപകടത്തിലാണ് എന്നുള്ള ഒരവസ്ഥയിലാണ് ഹനീൻ ഇപ്പോഴുള്ളത്. വെന്റിലേറ്റർ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചവരാണ്. ആത്മാർത്ഥമായി ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജ്യേഷ്ഠൻ ഇത് പറയുമ്പോൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയൊരു വാചകം, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ അതിന് പരിഹാരം പറഞ്ഞിരുന്ന, ആശ്വസിപ്പിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമുക്കാണ് അങ്ങനെ ഒരു പരീക്ഷണം വന്ന് ഇവിടെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണമെന്നും നമ്മൾ വിശ്വാസികളാണ് എന്നുള്ളത് കൊണ്ട് ദീനിന്റെ നിലപാടുകൾ സ്വീകരിക്കണമെന്നും ജ്യേഷ്ഠൻ ഞങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യം വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈർ പ്രദാനം ചെയ്യുന്നവനാണ്, ഏറ്റവും ഖൈറായത് നൽകുന്നവനാണ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ഖൈറേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഏത് സാഹചര്യം വന്നാലും അതിനെ സ്വീകരിക്കാൻ അതിനുവേണ്ടി മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അവിടെയുള്ളവരും ഇവിടെയുള്ളവരും. കഴിഞ്ഞ ഒരു ടെസ്റ്റ് റിസൾട്ട് വന്ന് ബ്ലഡ് തീരെ തലച്ചോറിലേക്ക് എത്തുന്നില്ല എന്ന് പറയാൻ ജ്യേഷ്ഠനെയും ഭാര്യയെയും വിളിച്ച് ഡോക്ടർ പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി ചൊല്ലുക എന്ന്. ഒരു കുട്ടി എന്നുള്ള നിലക്ക് അള്ളാഹുവിലേക്ക് ഒരു കുട്ടി യാത്രയാകുമ്പോൾ അവൻ നാളെ സ്വർഗത്തിലുണ്ടാകും, നിങ്ങൾ സ്വർഗത്തിലേക്ക് ആനയിക്കാനുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാസൗഭാഗ്യം ഹനീനെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണോ ഏറ്റവും ഖൈറായത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹനീനെ നൽകി അവൻ അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, മക്കളുടെ കാര്യത്തിൽ നമ്മളൊക്കെ ഒന്ന് ജാഗ്രത കാണിക്കാനും തയ്യാറാവും. അപ്പോഴാണ് അവരൊക്കെ നമ്മളിൽ നിന്ന് യാത്രയാവുക എന്ന് പറയാൻ പറ്റില്ല. ഉള്ള കാലം ചേർത്തു പിടിച്ച് സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടത് നൽകാൻ, അവരുടെ പരലോകത്ത് അവർക്ക് ഹൃദ്യമാകുന്ന ദീൻ അവർക്ക് പകർന്നു നൽകാൻ നമുക്കൊക്കെ എത്ര കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും
വിലയിരുത്തേണ്ടതുണ്ട്, ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്താം. ആ മക്കൾ വഴി നാളെ പരലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അവർ വഴി നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ അതിന് പ്രാപ്തരാണോ, നമ്മളൊക്കെ പ്രാപ്തരാണോ എന്ന് നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ട മക്കൾ എപ്പോഴും അള്ളാഹുവിലേക്ക് യാത്രയാകേണ്ടവരാണ് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ ജീവിതത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴികളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ നന്നായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും കുട്ടികളെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ. ഇന്നലെ കോഴിക്കോട് MDMA പിടിക്കപ്പെട്ടത് ഒരു കുട്ടിയാണ്, ഒരു പെൺകുട്ടിയാണ്. ഓരോ ദിവസത്തെയും വാർത്തകൾ അങ്ങനെയാണ്. അത്തരം വാർത്തകൾ നമ്മുടെയൊന്നും ഇടങ്ങളിൽ നിന്ന് കേൾക്കാതിരിക്കണേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പരിഹാരങ്ങൾ തേടി നമ്മൾ പോകണം. പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നൽകുന്നതാണ് ഒന്നാമത്തെ പരിഹാരം. മക്കളെ ചേർത്തു പിടിക്കുക, കൂടെ കൊണ്ടിറക്കുക, സ്നേഹവും ദീനും അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുക. അതോടൊപ്പം ദീനീ കൂട്ടായ്മകളിൽ മക്കളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അല്ലാത്ത കുറുക്കു വഴികളൊന്നും ഈ രംഗത്തില്ല. ഏതായിരുന്നാലും മക്കളെ കൊണ്ടും നമ്മുടെ അമലുകൾ കൊണ്ടും ആയിരങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടും നാളെ സ്വർഗലോകത്തെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടെയാണ് അവിടെയും ഇവിടെയും ഒക്കെയുള്ള കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ക്ഷമയോടുകൂടെ നിലനിൽക്കാൻ, സഹിക്കാൻ, കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാനൊക്കെ ഉള്ള ഒരു അവസരമായി ഇത് മാറാനുള്ള ഒരു സാഹചര്യത്തിനു വേണ്ടിയും നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹനീനിന് ഏറ്റവും ഖൈറായത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കൾ, കുടുംബങ്ങളിലെ മുഴുവൻ ആളുകളും, പ്രായമേറെയുള്ള വല്യുപ്പന്മാരും വല്യുമ്മമാരും എല്ലാം ഉണ്ട്. അവരെല്ലാം നിലനിൽക്കുകയാണ് ഹനീനിന്റെ ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ ക്ഷമയോടുകൂടെ കാര്യങ്ങളെ നേരിടാനുള്ള ഒരു തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ദീനിന് സേവനങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും നീ നിലനിർത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, എപ്പോൾ യാത്രയാകേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നിന്നിലേക്ക് മടങ്ങാൻ ഭാഗ്യം ലഭിക്കുന്നവരെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരി സഹോദരങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവർക്കും നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരൻ, ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരുമുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ചെന്നിരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي